പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുരക്തത്തെ പ്രത്യേകമായി വണങ്ങുന്ന ജൂലൈ മാസത്തിൽ ഇന്ന് നമ്മൾ വിശുദ്ധ കുരിശിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. വിശുദ്ധ കുരിശ് നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ അടയാളമാണ്. നാം വിശുദ്ധ കുരിശിനെ ബഹുമാനിക്കുന്നു, അതിനെ വന്ദിക്കുന്നു. വിശുദ്ധ കുരിശിനെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ രക്ഷയ്ക്കായി അതിൽ മരിച്ച പരമപരിശുദ്ധനായ നമ്മുടെ കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നു. ക്രൂശിത രൂപം പോലെ വളരെയധികം ആദരിക്കപ്പെടുന്നതും പ്രചാരത്തിലിരിക്കുന്നതുമായ മറ്റൊരു രൂപമോ ചിത്രമോ കത്തോലിക്ക സഭയിൽ വേറെയില്ല. ഒരു പുരോഹിതൻ ആരാധനയ്ക്കായി അണയുമ്പോൾ അൾത്താരകളിൽ ഒരു കുരിശ് ഉണ്ടായിരിക്കണം. കൂടാതെ പരിശുദ്ധ സഭയുടെ എല്ലാ കൂദാശകളിലും കുരിശിൻ്റെ അടയാളം ഉപയോഗിക്കുന്നുണ്ട്. ഓരോ യഥാർത്ഥ ക്രിസ്ത്യൻ കുടുംബവും വീടിൻ്റെ ഏറ്റവും അമൂല്യമായ അലങ്കാരമായി വിശുദ്ധ കുരിശ് വീടുകളിൽ സ്ഥാപിക്കുന്നു. വിവാഹിതയാകുന്ന വധുവോ വരനോ അവരുടെ പുതിയ വീട്ടിലേക്ക് മനോഹരമായ ഒരു കുരിശ് കൊണ്ടുവന്ന് അതിന് മാന്യമായ സ്ഥാനം നൽകുന്ന പതിവ് എത്ര ഹൃദയസ്പർശിയാണ്. ക്രൂശിതനായ യേശുക്രിസ്തു വീടിൻ്റെ യഥാർത്ഥ നാഥനാണ് എന്നതിൻ്റെ തെളിവാണ് അത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്രൂശിക്കപ്പെട്ട നമ്മുടെ രക്ഷകൻ്റെ യോഗ്യമായ ഒരു ചിത്രം നിശബ്ദമായി നമ്മോട് എത്രയെത്ര പ്രഭാഷണങ്ങളാണ് നടത്തുന്നത്. കുടുംബത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്ന വിശുദ്ധ കുരിശ് ക്രിസ്തീയ വിശ്വാസ സംഹിതകളാൽ കുടുംബാംഗങ്ങളെ രൂപപ്പെടുത്തുന്നതിന് ഓരോ കുടുംബത്തെയും പ്രേരിപ്പിക്കുന്നുണ്ട്. കുടുംബത്തിലെ അംഗങ്ങൾ സന്തോഷവും സമൃദ്ധിയും ആസ്വദിക്കുമ്പോൾ വിശുദ്ധ കുരിശ് വളരെ ആത്മാർത്ഥതയോടെ കുടുംബാംഗങ്ങളെ നോക്കുന്നു. അതേസമയം അവർ നിർഭാഗ്യം അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ സൗമ്യമായും സാന്ത്വനമായും ക്ഷമയെക്കുറിച്ചും വിട്ടുവീഴ്ചകളെക്കുറിച്ചും ശാന്തമായി നമ്മോട് സംവദിക്കുന്നു. കുടുംബാംഗങ്ങളിൽ ചിലർ പാപത്തിൻ്റെ വഴികളിലൂടെ പോകുമ്പോൾ വളരെ സൗമ്യമായി കുരിശ് നമ്മെ താക്കീത് ചെയ്യുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടാകുന്ന വിയോജിപ്പുകൾ വീടിൻ്റെ സമാധാനത്തിന് ഭംഗം വരുത്തുമ്പോൾ ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന ക്രൂശിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ നിശബ്ദമായ ചുണ്ടുകളിൽ നിന്ന് ക്ഷമയ്ക്കും അനുരഞ്ജനത്തിനും വേണ്ടിയുള്ള ഉപദേശങ്ങൾ നമ്മെ സ്പർശിക്കുന്നു. ഏറെ പ്രിയപ്പെട്ട ക്രിസ്തീയ കുടുംബാംഗങ്ങളെ, ക്രൂശിത രൂപത്തെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുക. ക്രൂശിക്കപ്പെട്ട യേശു നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്താണ്. അവിടുന്ന് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും സാക്ഷിയാണ്. നോക്കൂ, ദിവസങ്ങളും ആഴ്ചകളും എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്. പക്ഷേ അവൻ എപ്പോഴും നിങ്ങളുടെ നടുവിലാണ് എന്നത് നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ കുട്ടികൾ പക്വത പ്രാപിക്കുന്നത് അവൻ കാണുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണം അവൻ കാണുന്നു. നിങ്ങളുടെ സന്തോഷത്തിലും കുരിശ് നിങ്ങളെ കാണുന്നു. നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളെ കാണുന്ന അവൻ ദുഃഖങ്ങളിൽ നിങ്ങളുടെ കണ്ണുകൾ നനഞ്ഞിരിക്കുമ്പോൾ വീണ്ടും നിങ്ങളെ നോക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ സമീപത്തായുള്ള ഒരേയൊരു ആശ്വാസകനാണ് ക്രൂശിത രൂപം. വചനത്തിൽ യേശു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുകയാണെങ്കിൽ എല്ലാം എന്നിലേക്ക് ആകർഷിക്കും. ക്രൂശിക്കപ്പെട്ട രക്ഷകൻ്റെ ചിത്രം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ഹൃദയങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുകയും ലോകത്തിൻ്റെ മായകളിൽ നിന്നും അവരെ കാത്തുസൂക്ഷിക്കുകയും പരസ്പര സ്നേഹത്തിൻ്റെ ഉറവിടമാക്കുകയും ചെയ്യട്ടെ. എല്ലാ പുണ്യങ്ങളുടെയും ഒരു വിദ്യാലയമായ ക്രൂശിതൻ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ രക്ഷകനായ യേശു നമ്മുടെ കഷ്ടപ്പാടുകളുടെ സമയത്ത് നമ്മുടെ മാതൃകയായി മരണാസന്നനായ നമ്മുടെ രക്ഷകൻ തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യുന്നത് നാം കേൾക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുന്നത് നമുക്ക് എളുപ്പമാകണ്ടേ? യേശുവിൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ സ്നേഹത്തോട് ചേർന്ന് നമ്മളും നമ്മെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ദിവസം വിശുദ്ധ ജത്രൂദ് അവളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ കർത്താവ് സന്തോഷത്തോടെ അവളുടെ പാപങ്ങൾ പൊറുക്കുവാൻ തീരുമാനിച്ചു. വിശുദ്ധ ജത്രൂദും ക്രിസ്തുവിനോടുള്ള തീരാത്ത അഭിനിവേശത്താൽ മറ്റെല്ലാത്തിൻ്റെയും മൂല്യവും യോഗ്യതയും നിസ്സാരമാണെന്ന് മനസ്സിലാക്കി.
നമ്മുടെ കഷ്ടതയുടെ സമയത്ത് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം. ഓ യേശുവേ, നീ എനിക്ക് വേണ്ടി സഹിച്ച ആ സ്നേഹത്തോട് ചേർന്ന് ഞാൻ ഇപ്പോഴത്തെ എൻ്റെ കഷ്ടതകളെ സഹിച്ച് നിനക്ക് സമർപ്പിക്കുന്നു. നിൻ്റെ സ്നേഹമുള്ള ഹൃദയത്തിൽ സ്ഥാപിക്കുന്ന എൻ്റെ കഷ്ടപ്പാടുകളെ പ്രതി പാപികൾക്ക് മാനസാന്തരവും നീതിമാന്മാർക്ക് സ്ഥിരോത്സാഹവും ദരിദ്രരായ ആത്മാക്കൾക്ക് സഹായവും ആശ്വാസവും നൽകണമേ. ആമേൻ.